സാധാരണ പറയാറുണ്ട്, ദിസ് ഈസ് എ വൂണ്ടഡ് വേൾഡ്, വി നീഡ് എ ഹീലിംഗ് ടച്ച്. ഇത് മുറിവേറ്റ ഒരു ലോകമാണ്. നമുക്ക് വേണ്ടത് സാന്ത്വനത്തിൻ്റെ ഒരു കരസ്പർശമാണ്, ഹീലിംഗ് ടച്ച്. ലോകത്തെ ഏറ്റവും വലിയ സാന്ത്വനം എന്ന് പറയുന്നത് മത അധ്യാപനങ്ങളെ കൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. മത അധ്യാപനങ്ങൾ കൊണ്ട് ലോകത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും. മാത്രമല്ല, അത് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കും രാജ്യാന്തരീയമായൊരു ലോക പരിസരത്തിലേക്കും നീണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം വിശ്വാസത്തിൻ്റെ മതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത പ്രവാചകന്മാർ അഖിലവും സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ പരിഹാരവും നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യനെ കൂടുതൽ മാനവികവൽക്കരിക്കുക, ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുക, നല്ല ജീവിതം പ്രദാനം ചെയ്യുക, നല്ല ആശയങ്ങൾ പറയുക, നല്ല ചിന്തകളെ അവതരിപ്പിക്കുക, നല്ല സാഹിത്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ലോകത്ത് വിനാശങ്ങൾ കൂടുകയാണ്, വിഷലിപ്തമായ ആശയങ്ങൾ പെരുകുകയാണ്, മനുഷ്യർക്കിടയിൽ കലാപത്തിൻ്റെ മനസ്ഥിതി വളരുകയാണ്, വർഗീയതയും വംശീയതയും ലോകത്ത് ധാരാളമായി കടന്നു വരുന്ന ഒരു ലോക സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ കേരളക്കാർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ ചരിത്രത്തെ ആവേശപൂർവ്വം മനസ്സിൽ സ്വീകരിക്കാൻ കെൽപ്പുള്ള നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ ചരിത്രത്തെ നിരന്തരമായി അവതരിപ്പിക്കുകയും നമ്മുടെ സമൂഹത്തിന് വെളിച്ചം പകരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ ഈലാഫ് പോലെയുള്ള ഒരു സമ്മേളനത്തിൽ വ്യാപൃതമാകുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈലാഫ് എന്ന പദം വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. ഈലാഫ്, ഇണക്കം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന കുലൂബിക്കും എന്ന് പറയാറുണ്ട്. അല്ലാഹു ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഇണക്കമുണ്ടാക്കി തരണേ എന്നാണ്. അപ്പോൾ ഇണങ്ങുക, സമൂഹത്തോട്, മനുഷ്യരോട്, നന്മയോട് എല്ലാം ഇണങ്ങി ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ മുന്നിൽ കടന്നു വന്നത് പലതായ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിലൊന്ന് ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശത്തെ പ്രവാചകൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ 100 കണക്കിന് പ്രമേയങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നന്മയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ എല്ലാം വശങ്ങളിലൂടെയാണ് ആ പ്രവാചക ജീവിതം കടന്നു പോകുന്നത്. ഇന്നമാ അന ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഒരു മുഅല്ലിമായിട്ടാണ് നിങ്ങളിലേക്ക് കടന്നു വന്നത് എന്ന് പ്രവാചകന്റെ കടന്നുവരവിനെ കുറിച്ചുള്ള ഇസ്ലാമിക പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു അധ്യാപകനായിട്ട് 21-ാം നൂറ്റാണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ആ ചരിത്രം അങ്ങനെ കറങ്ങി 21 നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ പ്രവാചക ജീവിതത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് സമൂഹം ആലോചിക്കണം. പ്രവാചകനെ കുറിച്ചുള്ള ഖുർആനിൻ്റെ പരാമർശം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഞാൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി ഇറക്കപ്പെട്ടതാണ്. റബ്ബുൽ ആലമീൻ, ഇന്ത്യക്ക് വേണ്ടിയതല്ല, ഈ ലോകത്തിന് മുഴുവൻ ഞാൻ കാരുണ്യമായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഇന്നമാ അന ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ ലോകത്ത് സ്വഭാവ സവിശേഷതകളുടെ പൂർത്തീകരണം, ക്ഷമ, സഹനം, സഹവർത്തിത്വം, തആയുഷ്, പരസ്പരമുള്ള ഐക്യം, സാഹോദര്യം, എന്തെല്ലാം മാനവികമായ സ്വഭാവ ഗുണങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നത് എന്ന് പ്രവാചകന്റെ വരവിനെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം ഉണ്ടായ സ്ഥലത്ത് കലാപം ഉണ്ടാവില്ല. കലാപം ഉണ്ടാക്കുന്നത് ആരാണ്? മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണ്. മതങ്ങളെല്ലാം സദൈക്യദർശികൾ, മതഭക്തർ നാമോ വിഭേദശീലികൾ എന്ന് എഴുതിയത് വള്ളത്തോളാണ്. മതങ്ങളെല്ലാം സദൈക്യദർശികൾ, മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് സദൈക്യമാണ്.
മതഭക്തർ നാമോ വിഭേദശീലികൾ. എന്നാൽ മതഭക്തരാണ് ഈ ലോകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം പഠിക്കാത്ത മതഭക്തർ, മതാശയം ഉൾക്കൊള്ളാത്ത മതഭക്തർ, മതത്തെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മതഭക്തർ. നമ്മളങ്ങനെ ആയിക്കൂടാ. നമ്മൾ മതത്തെ മനസ്സിലാക്കണം. അതിൻ്റെ വിശാലമായ തലങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. മതം എന്താണ്, പ്രവാചകന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അതിന് കൊടുത്ത മറുപടി കാന ഹുലുക്കുഹു അൽ ഖുർആൻ, ആ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ഇത് വലിയൊരു ചോദ്യമാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരാളുടെ സ്വഭാവം എന്താണെന്ന് ഒരു ഗുളിക രൂപത്തിൽ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. എന്നാൽ പ്രവാചകന്റെ സഹധർമ്മിണി പത്നി കൊടുത്തത് അത് വിശുദ്ധ ഖുർആനാണ് എന്നാണ്. ഇപ്പൊ പ്രവാചകൻ ഒരു സമൂഹത്തെ ഏറ്റവും നല്ല സമൂഹമാക്കി മാറ്റി. ഏറ്റവും നല്ല സമൂഹം, മോസ്റ്റ് റിഫൈൻഡ് കമ്മ്യൂണിറ്റി ആക്കിയിട്ട് അള്ളാഹു ആ സമൂഹത്തെ മാറ്റി. എന്തെല്ലാം മാറ്റി? അവർ മദ്യപിച്ച ആളുകളായിരുന്നു. മദീനയിലെ ഏറ്റവും അറിയപ്പെടുന്ന മദ്യവ്യാപാരിയാണ് അബൂ ത്വൽഹത്ത്. നിങ്ങൾ ആലോചിക്കണം, ഹംറ്, കള്ള് എന്ന് മാത്രമല്ല, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണ്. ആ ലഹരി ഉണ്ടാക്കിയ ഒരു സമൂഹം, അവരെ പരിവർത്തിപ്പിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് കേട്ട ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത, ഒരു മകൻ ഒരു ഉമ്മയെ കൊന്നു എന്നാണ്. അമ്മയല്ല, ഉമ്മയെ. നിങ്ങൾക്ക് മനസ്സിലാവും ആ വാക്കിൽ എന്താണെന്നുള്ളത്. ഉമ്മയെ കൊന്നിട്ട് ആ മകൻ കൊന്നതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം, എന്നെ പ്രസവിച്ചതിനും എന്നെ പോറ്റി വളർത്തിയതിനും ഞാൻ തിരികെ അതിനുള്ള മറുപടി, അതിനുള്ള പ്രതികാരം ചെയ്തിരിക്കുന്നുവെന്നാണ്. നമ്മുടെ മാനവികത എവിടെ എത്തിയെന്ന് ആലോചിക്കാൻ ഈ ഒരൊറ്റ കാര്യം മതി. നൊന്ത് പ്രസവിച്ച ഉമ്മയെ കൊന്നു തള്ളുന്ന ഒരു മകനെ കേരളത്തിൻ്റെ ഈ മണ്ണിൽ ഉണ്ടായി എന്നത് ആധുനിക ലോകത്ത് മനുഷ്യൻ അധുനാധുനമായ ലോകമുന്നേറ്റങ്ങളുടെ മുമ്പിലും മാനവികതയുടെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ആ മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കേണ്ട സാമൂഹിക ധർമ്മത്തിൽ നിന്ന് എത്രയോ ദൂരെ അകലെ ജീവിച്ച് സ്വന്തം മാതാവിനെ വധിക്കാൻ ഒരു മകൻ തയ്യാറാകുന്ന കേരളക്കരയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അറബിയിൽ മാതാവിൻ്റെ ഗർഭാശയത്തിന് പറയുന്ന പേര് റഹം എന്നാണ്. റഹം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ വീട് എന്നാണ്. കാരുണ്യത്തിൻ്റെ വീടായ റഹം, ആ റഹമിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾ ഏറ്റവും കാരുണ്യമുള്ളവനാകണം എന്നാണ്. വലക്കത് കറംനാ ബനി ആദം, അള്ളാഹു മനുഷ്യ സന്തതികളെ മുഴുവൻ ആദരിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പൊ ആദരവിൻ്റെ മതം, സൗഹാർദ്ദത്തിൻ്റെ മതം, സ്നേഹത്തിൻ്റെ മതം, കാരുണ്യത്തിൻ്റെ മതം, സാമൂഹിക സേവന പരതയുടെ മതം, ഇത് ഉൾക്കൊള്ളാൻ നമ്മൾ മടിച്ചിരുന്നാൽ ഈ സമൂഹം കൂടുതൽ വൈകൃതമാവും. അപ്പൊ ഈ സമ്മേളനം എന്തിനാ? വൈകൃതങ്ങൾക്കെതിരെയാണ് ഈ സമ്മേളനം. സ്നേഹമുണ്ടാകണം, വിശ്വാസ വിശുദ്ധി ഉണ്ടാകണം, ധാർമ്മികത ഉൾക്കൊള്ളണം. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വിരാജിക്കുന്ന മനുഷ്യരൊക്കെ അവരാൽ കഴിയുന്ന രൂപത്തിൽ നന്മയുടെ ഭാഗവാക്കാകണമെന്ന് പഠിപ്പിക്കാനാണ് ഈ സമ്മേളനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് നന്മയുണ്ടാകണം. ഇപ്പം ശ്രീനാരായണ ഗുരുവിനൊന്നും ഇപ്പോൾ കേൾക്കൂല. എന്താ കാരണം? കേരളം അങ്ങനെ ഒരു രൂപത്തിലല്ല പോകുന്നത്. അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ, നിങ്ങൾ ദീൻ ദയാൽ ഉപാധ്യായ ഉണ്ടാവും ടി വിയിൽ. എന്തുകൊണ്ടാണ് വിവേകാനന്ദനെ കേൾക്കാത്തത്? വിവേകാനന്ദൻ മാനവികനായിരുന്നു. വിവേകാനന്ദൻ മാനവികനാണ്. അദ്ദേഹം ഒരറിയപ്പെടുന്ന അമേരിക്കൻ നഗരത്തിലേക്ക് അദ്ദേഹം ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ, ആ ലോക മതസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വിവേകാനന്ദൻ നടത്തുന്ന ഏറ്റവും മനോഹരമായ പ്രഭാഷണം, ആ പ്രഭാഷണത്തിൻ്റെ ആരംഭം ഒരു 4-5 സെന്റൻസ് കഴിഞ്ഞാൽ വിവേകാനന്ദൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താമസിക്കാൻ എൻ്റെ നാടായ ഇന്ത്യയിലേക്ക് വരുമെന്നാണ്. എൻ്റെ നാടായ ഇന്ത്യയിലേക്ക് വരും. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, അത് പ്രസംഗിക്കാൻ ഇന്ന് ഇന്ത്യയുടെ ഭരണാധികാരിക്ക് കഴിയോ? ഇന്ത്യയിലെ മനുഷ്യരെ, ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആട്ടിയോടിക്കുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ പ്രയാസം എത്ര അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 സ്ഥലങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. കേരളത്തിൽ ഒരു പ്രശ്നമില്ല. ആസാമിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയില്ല. ആസാമിലൊരു പ്രത്യേകമായ മതവിഭാഗം പൗരത്വം നിഷേധിക്കപ്പെട്ടുകൊണ്ട് നാട്ടിലെ ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരായി അവരുടെ ജീവിത ശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്കെന്താണുള്ളത്? നമുക്കെന്താണ് പറയാൻ സാധിക്കേണ്ടത്? നമ്മളെന്താണ് അറിയേണ്ടത്? നമ്മളെന്താണ് ചിന്തിക്കേണ്ടത്? ആസാമിലെ മനുഷ്യർ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ കൃത്യമായി പഠിക്കണം.
അവർ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും അവർക്ക് വീടിനെക്കുറിച്ചുള്ള ആശങ്കയാണ്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലയിൽ അവർക്ക് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവർക്കറിയാം നാളെ ആ സംസ്ഥാനത്തുനിന്ന് അവർ പുറത്താക്കപ്പെടുന്നതാണ്. വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാട്ടിലേക്ക് വരുമെന്ന്. നിങ്ങൾക്കറിയോ, റമദാൻ മാസം, ഇപ്പോൾ മാസം കാണുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ധർമ്മമാണ്. മാസം കണ്ടാൽ നോമ്പിലേക്ക് നീങ്ങുക എന്നുള്ളത്, മാസം കണ്ടാൽ പെരുന്നാളിലേക്ക് വരിക എന്നുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധി മാസം കാണാൻ വേണ്ടിയിട്ട് ആളുകളെ കൂട്ടിപ്പോയിരുന്നു എന്നാണ് ചരിത്രം. നമ്മൾ അത്ഭുതപ്പെട്ടു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധി മാസം കാണാൻ വേണ്ടിയിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാണ് ചരിത്രം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആ സ്വാതന്ത്ര്യ സമരം നമ്മളിങ്ങനെ കുറച്ചേ കേൾക്കുന്നുള്ളൂ, നമ്മൾ കുറച്ചേ വായിക്കുന്നുള്ളൂ, കുറച്ചേ മനസ്സിലാക്കുന്നുള്ളൂ. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ചില അത്ഭുതങ്ങൾ ബോധ്യപ്പെടും. അതിലൊന്ന്, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാരെ ആട്ടിയോടിക്കാൻ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘമുണ്ടായി. വലിയ സംഘം ഉണ്ടായി എന്ന് മാത്രമല്ല, ഗാന്ധി വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ആ പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ആസൂത്രണമാണ്, അല്ലേ? ആസൂത്രണം നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവും? ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മാനവികമായ ആസൂത്രണമാണ്. ഗാന്ധിജി ദയൂബന്ദിൽ പോയിട്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിച്ചത്. ദയൂബന്ദിൽ പോയിട്ട് ദയൂബന്ദ് അറബി കോളേജിൽ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ വിശദീകരിക്കാൻ മണിക്കൂറുകൾ എടുക്കും. ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പോയിട്ടാണ് ഗാന്ധിജിയും നെഹ്റുവും കൂടി പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യയുടെ സൗഹൃദം, ഇതാണ് ഇന്ത്യയുടെ സഹവർത്തിത്വം, ഇതാണ് ഇന്ത്യയുടെ മാനവികത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാനവികതയെ മുറുകെ പിടിക്കാൻ, ഈ മാനവികതയുടെ ആശയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വ്യാപകമായി ഇറങ്ങണം. ഈ രാജ്യം അങ്ങനെ ഉണ്ടായ രാജ്യമാണ്. അങ്ങനെ ഉണ്ടായ ഒരു രാജ്യത്തല്ലേ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ രാജ്യം! ഹൈന്ദവൻ്റെയും ക്രൈസ്തവൻ്റെയും ബഹായിയുടെയും ബൗദ്ധൻ്റെയും അങ്ങനെ ധാരാളക്കണക്കിന് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്ന, മതവിഭാഗങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ജാഗ്രതയുണ്ടാകണം. ഈ സ്നേഹത്തിൻ്റെ നാട്, സൗഹാർദ്ദത്തിൻ്റെ നാട്, മാനവികതയുടെ നാട്, മനുഷ്യപ്പറ്റിൻ്റെ നാട്, മനോഹരമായ ഇന്ത്യ. ഭാഷകൾ, സംസ്കാരങ്ങൾ, ജനപദങ്ങൾ, ഭൂപ്രദേശങ്ങൾ, അമ്പലങ്ങൾ, ദേവാലയങ്ങൾ, മഹാപണ്ഡിതന്മാർ, സാത്വികരായ ആളുകൾ, കപിലനും കണാദനും മാധവനും തുക്കാറാമും തുളസീദാസും ജയദേവനും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തിയും കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കിയും ബാബാ ഫരീദ് ശക്കർഗഞ്ചും ഒക്കെ അടങ്ങുന്ന ആയിരക്കണക്കിന് വിവിധങ്ങളായ ചിന്താധാരകളെ ഈ ലോകത്ത് അവതരിപ്പിക്കാൻ കടന്നു വന്നവർ. പക്ഷെ അവർക്കൊരൊറ്റ വികാരം ഉണ്ടായിരുന്നുള്ളൂ, അത് ഇന്ത്യ എന്ന വികാരമാണ്. മുസ്ലിമിന് മുസ്ലിം എന്ന വികാരവും, ഹിന്ദുവിന് ഹിന്ദു എന്ന വികാരവും, ക്രൈസ്തവന് ക്രൈസ്തവൻ എന്ന വികാരമല്ല, മറിച്ച് ഇന്ത്യ എന്ന ഒരൊറ്റ വികാരത്തിൽ അവർ ഒരുമിച്ചപ്പോഴാണ് ലോകത്ത് ബഹുവർണവും ബഹു അറിവുമുള്ള ബഹുമത സംസ്കാരത്തിൻ്റെ ഭൂമികയായിട്ട് ഇന്ത്യ മാറുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെ മനസ്സിലാക്കാൻ, അതിനെ തിരിച്ചറിയാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയി നിന്ന് നോക്കൂ. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയാൽ അവിടെ എത്ര മതവിഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്ര മതവിഭാഗക്കാർ ജീവിക്കുന്നുണ്ട് എന്ന്, എത്ര മതവിഭാഗക്കാർ, എത്ര ജാതിക്കാർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അത്രയധികം മതക്കാർ, ജാതിക്കാർ, വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാടിൻ്റെ സൗഹൃദത്തെ, നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും മനോഹരമായ ഐക്യത്തെ, നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ നിറങ്ങളെ, ആശയങ്ങളെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വലിയ ആശങ്കയിലാണ്. പ്രവാചകന്റെ കടന്നുവരവിനെ കുറിച്ചൊരു ഹദീസുണ്ട്. ഇമാം ബുഖാരി, എനിക്ക് സാന്ദർഭികവശാൽ അത് ഓർമ്മ വരികയാണ്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകന്റെ കടന്നുവരവിനെ കുറിച്ച് പറയുന്നിടത്ത് ഹൈസ്, അത് മഴയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പിന്നിൽ ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാനും ഇൽമു കൊടുക്കാനും, അതുപോലെ തന്നെ ഒരു മഴ പോലെ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. മഴയുടെ അറബി പദങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. മഴയുടെ അറബി പദങ്ങൾ
ഒരു ഭാഗത്ത് മത്തർ എന്ന് പറയുന്നു. മത്തർ എന്ന് പറഞ്ഞാൽ എന്താ? മത്തർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ദുരന്തമുണ്ടാക്കുന്ന മഴയാണ്. എന്നാൽ പ്രവാചകന്റെ കടന്നുവരവിനെ കുറിച്ച് ഉപയോഗിച്ച അറബി പദം ആ മഴയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും നല്ല മഴ എന്നാണ്, സുഭിക്ഷമായ മഴ എന്നാണ്, നമ്മളെ ഈ ലോകത്ത് സജീവമാക്കുന്ന മഴ എന്നാണ്. വരണ്ടുണങ്ങിയ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചാൽ ഈ ഭൂമി വീണ്ടും സജീവമാകുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആൻ പ്രകൃതിയെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, മനുഷ്യരുടെ നിലനിൽപ്പിനെക്കുറിച്ച് വിവിധങ്ങളായ ആശയങ്ങൾ പറയാണ്. ഈ ലോകം അത്ര കൃത്യമായി നിലനിൽക്കണമെന്ന് റബ്ബ് ആഗ്രഹിക്കുന്നു. ഇപ്പം മാധവ് ഗാഡ്ഗിൽ 1600 കിലോമീറ്റർ ഉള്ള പശ്ചിമഘട്ട മലനിരകളിലൂടെ സഞ്ചരിച്ച ആളാണ്. കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി എത്താൻ 40 മിനിറ്റ് എടുക്കുക എന്ന അറിവേ എനിക്ക് മണിക്കൂർ മുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 1600 കിലോമീറ്ററിലൂടെ ഒരു മനുഷ്യൻ, ഒരു വയോധികൻ മുഴുവൻ നടക്കുകയാണ്. നടന്നിട്ട് ആ പശ്ചിമഘട്ട മലനിരകളുടെ വിവിധ ഭാഗങ്ങൾ അത് സംരക്ഷിക്കപ്പെടണമെന്ന ഉത്തരവാദിത്തം ഒരു സമൂഹത്തിന് പകർന്നു കൊടുക്കുകയാണ്. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി. ആ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, നിങ്ങൾ വിളിച്ചാൽ വീണ്ടും ഞാൻ തിരിച്ചു വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിലമ്പൂരിലെ ഭൂതാനത്ത്, കട്ടിപ്പാറയിൽ, അതുപോലെ തന്നെ ഈ മേപ്പാടിയിൽ പല സ്ഥലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി. മാധവ് ഗാഡ്ഗിൽ എന്താ പറഞ്ഞത്? മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, നിങ്ങൾ ഈ നാടിനെ സംരക്ഷിക്കണം, ഈ നാടിൻ്റെ മണ്ണറിയണം, ഇവിടുത്തെ മലനിരകളെ നിങ്ങൾ സംരക്ഷിക്കണം. ഇവിടെ വഴിക്കടവ്, നിലമ്പൂരിന് മുകളിലുള്ള വഴിക്കടവിൽ മേഘക്കൂമ്പാരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആ മേഘത്തിൽ നിന്ന് മഴ വർഷിച്ച് ആ മഴയൊഴുകി സോയിൽ പൈപ്പിംഗ് നടന്നിട്ട് 100 കണക്കിന് ആളുകളുടെ വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്ത ഒരു സന്ദർഭം നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പം മനുഷ്യനെ ആ ദുരന്തത്തിൽ മനുഷ്യർക്ക് മനസ്സിലായി എന്താണ് മാനവികത, എന്താണ് മനുഷ്യപ്പറ്റ്. ഹൈന്ദവന്റെ വീട്ടിൽ മാത്രമാണോ താമസിക്കേണ്ടത്? മുസ്ലിമിന്റെ വീട്ടിൽ മാത്രമാണോ താമസിക്കേണ്ടത്? അല്ല, പരസ്പരം എങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ഇഴയെടുപ്പത്തോടുകൂടി ജീവിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ സൗഹൃദം ദുരന്തങ്ങളുടെ മുൾമുനയിൽ മനുഷ്യനെത്തി നിൽക്കുമ്പോൾ ആ ആശയത്തെ സ്വീകരിക്കാനുള്ള അവസ്ഥയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകം കടന്നു പോകുന്നത്. അതുകൊണ്ട് മാനവികത ഒരു ചെറിയ വിഷയമല്ല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഹേ മനുഷ്യരെ, നിങ്ങളെ നാം വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയിട്ടുള്ളത്, നിങ്ങളെ നാം ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാക്കി ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ, പരസ്പരമുള്ള പ്രയാസങ്ങൾ തിരിച്ചറിയാൻ, പരസ്പരമുള്ള നന്മയെ ഉൾക്കൊള്ളാൻ, തിന്മയെ എതിർക്കാനുള്ള ഒരുമ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇത് പെട്ടെന്നുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അയൽപക്കത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ, അതിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവർക്ക് അസുഖം വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ജൂതന്മാരുടെ വീടുകളിലേക്ക് പോയി അവരുടെ അസുഖത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ വൈവാഹിക ചരിത്രത്തിൽ പ്രവാചകന്റെ ഒരു ഭാര്യ അവർ ജൂത പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? അത്രയേറെ പ്രവാചകന്റെ മദീന പട്ടണത്തിൽ പ്രവാചകൻ ഒരു കരാറുണ്ടാക്കി. ആ കരാറിന്റെ പേര് മീസാക്ക് മദീന, മുവാഹദത്തു മദീന, ദ മദീന ചാർട്ടർ എന്ന പേരിൽ പ്രവാചകൻ ഒരു സാമൂഹിക നിയന്ത്രണ രേഖയുണ്ടാക്കിയപ്പോൾ അതിൽ ജൂതന്മാരെ ഉൾപ്പെടുത്തി എന്നാണ്. അത്ഭുതമാണ്. ഈ അടുത്ത് ജൂതന്മാരും സാമ്രാജ്യത്വവാദികളും ഫാസിസ്റ്റുകളും ലോകത്ത് യുദ്ധം നടത്തിയിട്ട് ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ ട്രയാങ്കിൾ വാർ ലോകത്ത് വ്യാപകമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമും ജൂത സമൂഹവും തമ്മിലുള്ള പ്രധാനത്തെ കൊള്ളക്കൊടുക്കകളെ, പരസ്പരമുള്ള സാംസ്കാരികമായ അടുപ്പം ചരിത്രത്തിൽ എവിടെയൊക്കെ ഉള്ളത് എന്ന പഠനങ്ങൾ ലോകത്ത് വ്യാപകമായി നടന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം വെയിൽസ് ഭരിച്ചിരുന്ന ചാൾസ് രാജകുമാരന്റെ ഒരു പ്രഭാഷണമാണ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് ചെയറിലേക്ക് കടന്നു വന്നിട്ട് നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ക്രൈസ്തവ മതത്തെയും
ലോകത്ത് ജൂദായിസത്തെയും ഒരുമിപ്പിച്ച് നിർത്താൻ സാധ്യതയുള്ള മതം അത് ഇസ്ലാമാണ് എന്നാണ്. അത് ഇസ്ലാമാണ്. അൽ ഹസർ യൂണിവേഴ്സിറ്റി, അൽ ഹസർ അല്ലേ, ആ വലിയ വൈജ്ഞാനിക മന്ദിരം, ആ മന്ദിരത്തിലേക്ക് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബാരക് ഒബാമ കടന്നു വരുന്നുണ്ട്. ബാരക് ഒബാമ കടന്നു വന്നുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സിവിലൈസേഷൻസ് ആർ ഇൻഡറ്റഡ് ടു ഇസ്ലാം. ലോകത്തുള്ള ഒട്ടുമിക്ക നാഗരികതകളും ഇസ്ലാമിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം ഇസ് എ റിലിജൻ ഓഫ് ടോളറൻസ് ആൻഡ് പീസ്. ലോകത്ത് സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും മതമാണ് ഇസ്ലാം എന്ന് ബാരക് ഒബാമ അൽ ഹസർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചുകൊണ്ട് നടത്തുന്ന അതിമനോഹരമായ പ്രഭാഷണത്തിൽ ലോകത്തെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. സംഘർഷഭരിതമായ ലോക സമൂഹത്തിന് മാതൃകയേകാൻ കഴിയുന്ന ആശയപരമായ ഉൾക്കരുത്തുള്ള ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യരെ വധിക്കരുത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ നഹിയാഹാ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ നഹിയാഹാ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ. ലോകത്തുള്ള ഒരു മനുഷ്യനെയും നിങ്ങൾ അകാരണമായി കൊല്ലരുത്, വധിക്കരുത്. ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ ജീവിപ്പിച്ചാൽ ലോകത്തുള്ള സർവരെയും ജീവിപ്പിച്ചതുപോലെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. നിങ്ങൾ തീവ്രവാദികളാകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുവൈത്തിലേക്കുള്ള ഒരു യാത്രയിൽ വൈകുന്നേരം കുവൈത്തിന്റെ തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ ഇസ്ലാഹി സുഹൃത്തുക്കള് ഒരു പള്ളി കാണിച്ചു തന്നു. ആ പള്ളി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ഷിയ മസ്ജിദാണ്. ഇവിടെ വെച്ചിട്ടാണ് ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾക്ക് മുമ്പ് ഒരു വലിയ സ്ഫോടനമുണ്ടായത്. ഒരാള് ഒളുവെടുത്ത് മഅ്മൂമായി കയറി വന്ന് ഇമാമിന്റെ പിറകിൽ മഅ്മൂമായി നിന്ന് നമസ്കാരത്തിന്റെ ഇടയിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. ചാവേറ് സംസ്കാരം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക യുദ്ധകാലത്ത് രാജ്യങ്ങൾ തമ്മിൽ കരാറൊപ്പിട്ടപ്പോൾ പറഞ്ഞു, ഇനി ലോകത്ത് ഒരു രാജ്യവും സൂയിസൈഡ് ബോംബിംഗ്, തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കില്ല. വയറിലും തുടയിലും കയ്യിലും കൊണ്ടുപോയി ബോംബ് ഘടിപ്പിച്ച് പാരാവാരങ്ങൾക്കിടയിലേക്ക് കയറി ചെന്ന് വലിയ ഒരു സമൂഹത്തെ, ജനക്കൂട്ടത്തെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന ഈ സൂയിസൈഡ് ബോംബിംഗ് ലോകത്തുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ തമിഴ് ശ്രീലങ്കൻ വംശീയ പോരാട്ടത്തിന്റെ അധിപനായി അറിയപ്പെടുന്ന LTTയിലെ പ്രഭാകരന്റെ വിഭാഗമാണ് പിന്നീട് സൂയിസൈഡ് ബോംബിംഗ് ലോകത്ത് നടത്തിയത്. അതിനുശേഷം നടത്തിയത് ഐസിസുകാരാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന പ്രസ്ഥാനക്കാർ. ഇവർക്ക് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അള്ളാഹു പറയാണ്, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 21-ാം നൂറ്റാണ്ടില് ലോക ചരിത്രത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരോട് പറയാണ്, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ സൂയിസൈഡ് ബോംബേഴ്സ് ആകരുത്. വയറിലും കാലിലുമൊക്കെ നിങ്ങൾ ബോംബ് ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? മനുഷ്യരെ വധിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാം. എത്ര സുന്ദരമാണ്. അതുകൊണ്ട് മനുഷ്യരെ കൊല്ലാൻ പാടില്ല. മാത്രമല്ല, ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നിങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളായി ജീവിക്കണമെന്നാണ്. തിൽക്കദ്ദാറുൽ ലാഹിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ലാഹിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ. ഈ ലോകത്ത് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ഈ ലോകത്ത് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഈ ലോകത്ത് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയാണ്. അപ്പൊ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ലോകത്ത് നമ്മൾ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ഫസാദ് ഉണ്ടാക്കിയാലോ അത് ഒരു തലമുറയിൽ നിൽക്കില്ല, അത് വിവിധങ്ങളായ തലമുറയിലേക്ക് നീങ്ങുമെന്നാണ്. ഇപ്പൊ ഇറാഖ് യുദ്ധത്തിന് ശേഷം എന്തുകൊണ്ട് ഇറാൻ, ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം അതാ, എന്തുകൊണ്ട് ഇറാന്റെ കയ്യിൽ ഇത്രയേറെ മിസൈലുകൾ, എന്തുകൊണ്ട് യുദ്ധം തീരുന്നില്ല? 4 ദിവസം മുന്നേ, ഒരാഴ്ച ഒരു 7 ദിവസം മുമ്പ് നമ്മൾ ലോകത്തിന്റെ വാർത്തകൾ പരിശോധിച്ചാൽ ഫുജൈറയിലാണ് ഒരു വലിയ ഡ്രോൺ വന്ന് പതിക്കുന്നത്, മിസൈൽ വന്ന് പതിക്കുന്നത്. അപ്പൊ എല്ലാവരും എഴുതുന്നത് ഇറാൻ അന്നേ ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. യുദ്ധം അവസാനിക്കുന്ന ഒന്നല്ല. ലോകത്ത് യുദ്ധം ഉണ്ടാക്കരുത്, ഇസ്ലാമിന്റെ കൽപ്പനയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ജീവിതത്തിൽ സമാധാനത്തിന്റെ വക്താക്കളായി ജീവിക്കണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ലോകത്തിലെ ഒരു മഹായുദ്ധം ആരംഭിക്കുന്നത്, പ്രിയപ്പെട്ടവരെ,
ലോകത്തിലെ ഒരു മഹായുദ്ധം ആരംഭിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കാം എങ്ങനെയാണ്. ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫെഡറിക് ഫെർഡിനാൻഡിനെ ഗവ്രിലോ പ്രിൻസിപ്പ് വധിച്ചത് കൊണ്ടാണ് ലോകത്തിലെ ഒരു മഹായുദ്ധം ഉണ്ടായത്. അതുകൊണ്ട് ജീവിതത്തിൽ യുദ്ധവിരുദ്ധമായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടാവണം. മാനവികത ഇവിടെ സ്ഥാപിക്കുന്ന രൂപത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരു മാനവികതയുടെ ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് മനുഷ്യത്വമുള്ള, മാനവികതയുള്ള, സൗഹാർദ്ദമുള്ള ജീവിത പരിസരങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.